നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. സിനിമാ ജീവിതത്തിൽ ആകെ രണ്ടേ ചിത്രങ്ങളെ ശ്രീനിവാസൻ സംവിധാനം ചെയ്തിട്ടുള്ളൂ. 50-ലേറെ സിനിമകൾക്ക് തിരക്കഥയൊരുക്കിയിട്ടുണ്ട് ശ്രീനിവാസൻ. സത്യൻ അന്തിക്കാടും പ്രിയദർശനും കമലുമൊക്കെ ദൃശ്യാവിഷ്കാരം നൽകിയ അതിൽ പലതും മലയാളി എക്കാലവും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതാണ്. ശ്രീനിവാസന്റെ തിരക്കഥയിൽ ഒരു മോഹൻലാൽ ചിത്രം വൈകാതെ സംഭവിക്കുമെന്ന് സത്യൻ അന്തിക്കാട് പറഞ്ഞിരുന്നു. ജോമോന്റെ സുവിശേഷങ്ങൾക്ക് ശേഷം സത്യൻ അന്തിക്കാട് ചെയ്യുന്ന ചിത്രം അതാകുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ശ്രീനിവാസൻ അടുത്തതായി തിരക്കഥയൊരുക്കുന്ന ചിത്രം അതല്ല. നവാഗതനായ ശ്രീകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന പവിയേട്ടന്റെ മധുരചൂരൽ എന്ന ചിത്രമാണ് ശ്രീനിവാസന്റെ തിരക്കഥയിൽ അടുത്തതായി പുറത്തുവരിക. ചിത്രത്തിന് സംഭാഷണമൊരുക്കുന്നതും ശ്രീനിവാസൻ തന്നെ, നായകനും ശ്രീനി തന്നെ. വ്യത്യസ്ത മതങ്ങളിൽ നിന്ന് പ്രണയവിവാഹിതരായ പവിത്രൻ മാഷും ആനി ടീച്ചറുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സിനിമയുടെ പ്രമേയം. പവിത്രൻ മാഷിനെ ശ്രീനിവാസനും ആനി ടീച്ചറെ ലെനയും അവതരിപ്പിക്കും. ഹരിശ്രീ അശോകൻ, വിജയരാഘവൻ, ലിഷോയ്, വിജയൻ കാരന്തൂർ, നന്ദു പൊതുവാൾ എന്നിവർ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. സിനിമയുടെ ചിത്രീകരണം കണ്ണൂരിൽ ആരംഭിച്ചു. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.